തുടർ ജയത്തെ തുണയ്ക്കാൻ ഏഖാന തയ്യാറാവുകയാണോ അതോ ആ തോൽവികൾക്ക് അന്ത്യം കുറിക്കാനോ? 4 കളികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു തോൽവി മാറ്റി നിർത്തിയാൽ തുടർ ജയത്തിന്റെ തിളക്കത്തിലാണ് ലക്നൗ സൂപ്പർ ജയന്റ്സ് എത്താൻ പോകുന്നത്. ഒരൽപ്പം ക്ഷീണത്തിലാണ് DC. ഒരൊറ്റ ജയം മാത്രം ഈ സീസണിൽ ഇതുവരെ സാധിച്ചു. തുടർ ജയത്തിന്റെ ലഹരി ഒഴിവാക്കാൻ ലക്നൗ തയ്യാറാവുകയില്ല. എന്നാൽ ആ ഒരു ക്ഷീണം മാറ്റിയേ പറ്റൂ. DCയെ സംബന്ധിച്ചിടത്തോളം കയ്പ് നീരിൽ അവർ സംതൃപ്തരല്ല. എന്തും സംഭവിക്കാം. എക്സ്പ്ലോസീവ് ടാറ്റ IPL. ഇരുവരുടെയും കഴിഞ്ഞ പോരാട്ടത്തിലേക്ക്, അതുപോലെ കൂടുതൽ വിവരങ്ങളിലേക്ക്. വെൽക്കം ടു കൂൾ മാത്സ് ആൻഡ് ലൈവ്. ഞാൻ സിത്താര വിജയൻ. കൂടെയുണ്ട് നമ്മളുടെ സ്വന്തം എക്സ്പേർട്സ് സോണി ചെറുവത്തൂർ ആൻഡ് മനു കൃഷ്ണൻ. വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മളൊരു നല്ല മാച്ച് കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ ലക്നൌവിൻ്റെ കാര്യം നമുക്ക് ഇന്ന് എടുത്തു പറയേണ്ടതുണ്ട്. സോണിച്ച, അവർ ഇതുവരെ സാധ്യമല്ലാത്ത ഒരു കല്ലുടച്ചിരിക്കുകയാണ്. GTA അവർ പരാജയപ്പെടുത്തി. ശരിയാണ്. ടാറ്റ IPLന്റെ വലിയ വേദിയിലേക്ക് എത്തിയ ഏറ്റവും പുതിയ 2 ടീമിന് മുകളിൽ സ്കോർ ചെയ്തപ്പോഴൊക്കെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് എന്ന് അവരെ സൂചിപ്പിക്കേണ്ടി. കാരണം എപ്പോഴൊക്കെ 160 മുകളിൽ അവർക്ക് ടോട്ടൽ എത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ GTയുടെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ നല്ലതാണ്. അതിനെതിരെ ആ ഒരു പ്രഷറിൽ 160 ഡിഫെൻഡ് ചെയ്യാൻ പറ്റി ആ ഒരു 5 വിക്കറ്റ് ഹോൾ നേടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ മികച്ചൊരു കാര്യമാണ്. പൊതുവെ എല്ലാവരും ചേസ് ചെയ്യുന്ന കാര്യത്തിൽ മിടുക്ക് കാണിക്കുമ്പോൾ ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിലാണ് LSG മികവ് കാണിക്കാറുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ കുറച്ച് ക്ഷീണമല്ല, നല്ലൊരു ക്ഷീണത്തിലാണ് DC എത്താൻ പോകുന്നത്. വാങ്കഡയിലും ഒരു തോൽവിക്ക് ശേഷമാണ് അവർ വരുന്നത്. അതെ, ആക്ച്വലി DCയെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു റിതം നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അവരുടെ DCക്ക് സാധിച്ചിട്ടില്ല. മുംബൈ തുടക്കത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ബാലൻസ് നേടാൻ സാധിച്ചു. അതുകൊണ്ടാണ് മുംബൈ ജയിച്ചു തുടങ്ങിയത്. പക്ഷേ ഇതുവരെ കുൽദീപിന്റെയും മുകേഷിന്റെയും ഒക്കെ പരുക്ക് അവർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന് സമ്മതിക്കണം. ഷെപ്പേർഡിന്റെ ആ ഒരു പൊട്ടിത്തെറിയിലെ ആ ഒരു പേടി ഇപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടോ DCക്ക് എന്നറിയില്ല. പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്ന് വരാൻ പോകുന്നത് പുതിയ ആളുകളാണെങ്കിലോ നോക്കാം. ഈ ഒരു താളം കണ്ടെത്താൻ അവരെ സഹായിച്ചേക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മറുഭാഗത്ത് ലക്നൗ എക്കാന സ്റ്റേഡിയത്തിൽ എപ്പോഴും കരുത്തുറ്റ ടീമാണ്. ക്രിസ്ത്യൻ സ്റ്റബ്സ് അല്ലാതെ ബാക്കിയുള്ള ഒരു ബാറ്റ്സ്മാൻമാർക്കും ആ ഒരു റിതം നേടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. പൃഥ്വി പറ്റി നമുക്ക് വീണ്ടും സംസാരിക്കാം. സോണിച്ച, അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു സീസണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ സംഭവിച്ചതാണ് വലിയ ദുരന്തമായിട്ട് മാറിയത്. വലിയ പ്രതീക്ഷയോടെയുള്ള താരമാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് കാര്യമായി റൺസിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നാട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതെ, നല്ല സീസൺ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നമുക്കിനി മിഡിൽ ഓർഡറിനെ പറ്റി കൂടി സംസാരിക്കുകയാണെങ്കിൽ അവിടെ സ്റ്റബ്സ് കുറേ തലക്കെട്ടുകളിൽ അദ്ദേഹത്തെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്തൊരു ഫീൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ? അവിടെയാണ് DCയുടെ ഏറ്റവും വലിയ സ്റ്റബ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ റിക്കി ബോയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ലളിത് യാദവിനെ അവർ ഉപയോഗിക്കുന്നു. അത്തരത്തിൽ പുതിയ താരോദയങ്ങൾ ഉണ്ടെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ് ഇപ്പോൾ കുറേ ടൈറ്റിൽസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു താരം. അദ്ദേഹത്തിന്റെ മികവിനെ പറ്റിയും നമുക്ക് സംസാരിക്കാം. ഡൽഹിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആശ്വാസം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. ഡൽഹിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ഏറ്റവും വലിയ 2 നല്ല ബാറ്റ്സ്മാൻമാർക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ ഇവർക്ക് വളരെ മികച്ച രീതിയിൽ നല്ലൊരു ടോട്ടലിലേക്ക് എത്താൻ സാധിക്കും. ഒരു 200 അടുപ്പിച്ചുള്ള ഒരു ടോട്ടലിലേക്കൊക്കെ ഡൽഹിക്ക് എത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയ സാധ്യത ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റബ്സിനെ സംബന്ധിച്ചിടത്തോളം സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹം ഇത്ര നന്നായി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പ്രത്യേകിച്ച് IPL എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെയാണ് നമ്മുടെ എക്സ്പേർട്സിന് സ്റ്റബ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂയിലേക്ക്. ടീമിന് വേണ്ടി സ്കോർ ചെയ്യാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. അത് ടീമിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. ആ ആശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ മികച്ചൊരു ഓൾറൗണ്ടർ എന്ന് പറയാൻ അവിടെ അക്സർ പട്ടേൽ ഉണ്ട്. മിച്ചൽ മാർഷ് ആണെങ്കിൽ ഇഞ്ചേർഡ് ആയി പോയി. വേറെ ആര് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിലച്ച് നിൽക്കേണ്ട സോണിച്ച. ഏത് ടീമിനും പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിൽ ഓൾറൗണ്ടർമാരുടെ വലിയ ബുദ്ധിമുട്ടിലാണ് അവർ ഓൾറൗണ്ടറിന്റെ കാര്യത്തിലുള്ളത്. ഓൾറൗണ്ടർമാർ മാത്രമല്ല, അടി വാങ്ങിക്കുന്ന കാര്യത്തിലും ഡൽഹി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ 2 നല്ല മികച്ച താരങ്ങളെല്ലാം ഇഞ്ചേർഡ് ആണ്. ഇത് നിർഭാഗ്യം എന്നല്ലാതെ എന്താ പറയുക? അതെ, ഡൽഹിയെ സംബന്ധിച്ചത് വലിയൊരു അൺലക്കി ഫാക്ടർ തന്നെയാണ്. കാരണം നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന രസമായിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ബാക്കിയുള്ള ബോളേഴ്സിന് ആ ഒരു ലെവലിലേക്ക് ഉയരാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ LSGയുടെ നേരത്തെ കാര്യം പറഞ്ഞു. ബാക്കിയുള്ള ബോളേഴ്സ് അതുപോലെ കിട്ടുന്ന ചാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൽഹിയുടെ ബോളേഴ്സിന് അതുപോലെ ഇന്നില്ല. അപ്പൊ ഇന്നത്തെ ദിവസത്തോടു കൂടി അവരുടെ നിർഭാഗ്യമെല്ലാം മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി ഒരു വെടിക്കെട്ട് മാച്ചിനെ പറ്റി പറയാനുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച വിഷുവാണ്, 14-ാം തീയതി വാങ്കഡയിൽ ഏറ്റുമുട്ടാൻ പോകുന്നു ഹിറ്റ്മാൻ രോഹിത് ആൻഡ് തല ധോണി. അങ്ങനെ വിഷുദിനത്തിൽ നടക്കാൻ പോകുന്ന ഒരു വെടിക്കെട്ടിനെ പറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും
സോണിച്ച, എല്ലാ ടീമുകളും ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ LSG കുറച്ച് യുണീക്കാണ്. എന്തുകൊണ്ടത്? 160 മുകളിൽ എപ്പോഴൊക്കെ LSG സ്കോർ ചെയ്തിട്ടുണ്ടോ ആ മത്സരങ്ങളൊക്കെ തന്നെ ആദ്യം ബാറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്, അപ്പോഴൊക്കെ അവർക്ക് വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ സൂപ്പർ ജയൻസ് നേടിയെടുത്തിട്ടുള്ളത്. അല്ല, സോണിച്ചൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ബോളേഴ്സ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചുറി ആയി പല മെയിനിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ ആ ഒരു ഫീൽഡിൽ എറിയാൻ റെഡിയാണ്. കാരണം വിക്കറ്റ്സ് എടുക്കുന്നുണ്ട്, കറക്റ്റ് സമയത്ത് ടൈറ്റായിട്ട് എറിയുന്നുണ്ട്. റെഗുലർ ഇൻ്റർവെൽസിൽ അവരുടെ സ്പിന്നേഴ്സിന് മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ്സ് നേടാനും സാധിക്കുന്നുണ്ട്. എറിഞ്ഞു വീഴ്ത്താൻ സജ്ജരായിട്ടുള്ളവരുള്ളത് കൊണ്ടാണോ ആ ഒരു വിജയ ശതമാനം കൂടി നിൽക്കുന്നത്? അപ്പോൾ യശ് ഠാക്കൂർ എന്ന് പറയുന്നത് ഒരു മുതൽക്കൂട്ട് തന്നെയല്ലേ? യാതൊരു സംശയമില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ നല്ല സീസൺ ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ പലപ്പോഴും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ സ്ലോ ബൗൺസറുകൾ ഉണ്ടായിരുന്നു, ഓഫ് കട്ടറുകൾ ഉണ്ടായിരുന്നു, മികച്ച യോർക്കറുകൾ ഉണ്ടായിരുന്നു. നല്ല മുതൽക്കൂട്ടായിരിക്കും അദ്ദേഹം. നല്ല മിടുക്കന്മാരുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷേ സ്ലോ ആയിട്ട് തുടങ്ങുകയാണ് KL രാഹുൽ. അദ്ദേഹത്തിന് എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ? ഒന്നുകിൽ അത് അവരുടെ ഒരു പ്ലാൻ ആയിരിക്കാം. കാരണം ഒരു ടീം മാനേജ്മെൻറ്റ് എല്ലാവരും കൂടെ എടുത്തൊരു ഡെസിഷൻ ആയിരിക്കാം. KL രാഹുൽ ഒരു ഫസ്റ്റ് 10 ഓവേഴ്സ് അവിടെ കാണണം, വിക്കറ്റ് നഷ്ടപ്പെടാൻ പാടില്ല, ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെയുള്ള ബാറ്റ്സ്മാൻമാർ വലിയ വലിയ ഷോട്ടുകൾക്ക് പോയിക്കോളും എന്നുള്ളത് ഒരു പ്ലാൻ ആയിരിക്കാം. ഇല്ലെങ്കിൽ KL രാഹുൽ ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് സ്ലോ ആയിട്ട് കളി. പക്ഷേ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ആ ഒരു നിരയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ റോൾ നൽകിയിട്ടുണ്ട്. ആ റോൾ ഈ സ്ട്രൈക്ക് റേറ്റിൽ മുന്നോട്ട് പോയാൽ മതിയാകും ആത്മവിശ്വാസം കൊണ്ടായിരിക്കുമോ അദ്ദേഹം ഇത്തരത്തിൽ കളിച്ചു പോകുന്നത് നമുക്ക് തോന്നിപ്പോകും. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയും. അത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനി നാളെ നടക്കാൻ പോകുന്നത് നമ്മളുടെ മാച്ചാണ്. പഞ്ചാബിലേക്ക് എത്തുന്ന ഒരു താരം കൂടിയാണ് അഖിൽ മാരാർ. അദ്ദേഹം കൂടി നമ്മുടെ കൂടെ നാളെ ജോയിൻ ചെയ്യാണ്. ഒരു ട്രൂ ഓൾറൗണ്ടർ. അദ്ദേഹത്തിന് ക്രിക്കറ്റും വശമുണ്ടെന്ന് ജഗദീഷിനെതിരെ അദ്ദേഹം പന്തെറിയുന്ന സമയത്ത് തന്നെ കാണാൻ നമ്മളും എക്സൈറ്റഡ് ആണ്. തീർച്ചയായിട്ടും. കാരണം ജഗ്ഗുമായിട്ടുള്ള ആ ഒരു നെറ്റ്സിൽ ബോൾ ചെയ്യുന്നത് നമ്മൾ നല്ല ബൗൺസേഴ്സ് എറിയുന്നുണ്ട്. നമ്മളൊരു കേരളത്തിൻസേഴ്സ് എറിയുന്നത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ നാളെ നമുക്കൊരു ഫൺ ടൈമും കൂടി പ്രതീക്ഷിക്കാം നമ്മളുടെ സ്റ്റുഡിയോയിൽ. ഇന്ന് നമ്മളൊരു മെയിൻ ആളുടെ കാര്യം പറയാനുണ്ട്. ഇന്ന് എല്ലാ കണ്ണുകളും പോകുന്ന ഒരു താരമുണ്ട്, ഋഷഭ് പന്ത്. എനിക്ക് തോന്നുന്നു വലിയ പരിക്കിന് ശേഷം അത് IPL വലിയ വേദിയിലേക്ക് എത്തുകയാണ്. വലിയ സമ്മർദ്ദമാണ്. ബാറ്റ് ചെയ്യുന്നത് ആ ഒരു വിധത്തിലാണ് ബാറ്റ് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റീവ് സൈനാണ് ഡൽഹിക്കും അതുപോലെ തന്നെ ടീം ഇന്ത്യക്കും. എടുത്തു പറയേണ്ട അദ്ദേഹം കളിച്ചിരുന്ന ആ ഒരു സ്കോറിംഗ് ഏരിയാസ്, അതായത് നേരത്തെ കളിച്ച അതേ ഒരു ഫീലിൽ തന്നെയാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തെ അടിച്ചു തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തെ മീഡിയം പേസേഴ്സ് അദ്ദേഹത്തിൻ്റെ എറിയുന്ന സമയത്ത് റൈറ്റ് ആം റൗണ്ട് ദ വിക്കറ്റിലേക്ക് വരികയും അദ്ദേഹത്തെ പലപ്പോഴും റൗണ്ട് ദ വിക്കറ്റിൽ, പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറയാണ് അദ്ദേഹത്തെ റൗണ്ട് ദ വിക്കറ്റിലേക്ക് വരികയും അദ്ദേഹത്തെ ക്രാമ്പ് ചെയ്യിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ക്രാമ്പ് ചെയ്യുകയും അദ്ദേഹം പുറത്താകുന്നതും പല സമയത്തും നമുക്ക് കണ്ടിട്ടുണ്ട്. 1-2 തവണ അദ്ദേഹത്തെ അങ്ങനെ പുറത്താക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിച്ചു. ഇന്ന് യശ് ഠാക്കൂറും പന്തെറിയാൻ ശ്രമിക്കുന്നത് ഇതേ ആംഗിളിൽ അദ്ദേഹത്തെ ക്രാമ്പ് ചെയ്യിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഏറ്റവും മികച്ച റെക്കോർഡുള്ള മറ്റൊരു സ്പിന്നറുണ്ട്. അത് ഇന്ന് ലക്നൌവിന് വേണ്ടി അദ്ദേഹം കളിക്കുന്നുണ്ട് എന്നുള്ളത് നിർണായകമായ ആ ഒരു ഘടകം തന്നെയാണ്. അത് മറ്റാരുമല്ല, കൃണാൽ പാണ്ഡ്യയാണ്. കൃണാൽ പാണ്ഡ്യ വരുമ്പോഴും അദ്ദേഹം ലെഫ്റ്റ് ആം റൗണ്ട് ദ വിക്കറ്റാണ് എറിയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആ സ്ഥലത്തൊന്നും പന്ത് എത്തിക്കാതിരിക്കാനുള്ള അതേ രീതിയിൽ വരുൺ ചക്രവർത്തി ഇതേ രീതിയിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓഫ് സ്റ്റമ്പിൻ്റെ വളരെ പുറത്തേക്ക് ആ പന്തിനെ എറിയുന്നു. അവിടെയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആ ഒരു സ്ക്വയർ ലെഗ് ബൗണ്ടറിയിലേക്ക് അദ്ദേഹം ഷോട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് കാര്യവിവരങ്ങൾ. ഇന്ന് അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കട്ടെ. ലക്നൗ എന്തായാലും ആ ഒരു തോൽവിക്ക് വഴങ്ങാൻ തയ്യാറാവില്ല. DC ക്ക് ആ തോൽവി ഇനി തുടർന്നുകൊണ്ട് പോകാനും